ഗവർണർമാരെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് കേരളത്തിലും മറ്റും ഗവർണർ സർക്കാർ സംഘർഷം ഉണ്ടാകുന്നതെന്ന് മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. ഗവർണറുമായി സംഘർഷമല്ല, സമന്വയമാണ് വേണ്ടതെന്നും ശ്രീധരൻപിള്ള ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സംസ്ഥാന BJPയിൽ മുതിർന്ന നേതാക്കളെ അവഗണിച്ചിട്ടില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന് അനുയോജ്യനായ നേതാവാണെന്നും ശ്രീധരൻപിള്ള വ്യക്തമാക്കി. മിസോറാം, ഗോവ എന്നിവിടങ്ങളിൽ ഗവർണറായിരുന്ന അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള പദവി ഒഴിഞ്ഞ ശേഷം കഴിഞ്ഞ ദിവസമാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. താൻ ഗവർണറായിരുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാരുകളുമായി സമന്വയത്തിന്റെ പാതയിലാണ് പ്രവർത്തിച്ചത്. എന്നാൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമം നടക്കുന്നത് കൊണ്ടാണ് ഗവർണർ സർക്കാർ സംഘർഷം നടക്കുന്നതെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു. ഭരണഘടനയെ അനുസരിച്ച് ഒരു ഗവർണർ പദവിയെ വേണ്ട, ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ആളുകളാണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ ഗവർണർമാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരെ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമം ബോധപൂർവം നടന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അല്ല, സംഘർഷം ഒന്നിനും പരിഹാരമല്ല, സമന്വയമാണ് വേണ്ടത്. സമന്വയത്തിന് വേണ്ടി പരമാവധി ശ്രമിക്കേണ്ടതാണ്. എഴുത്തും അഭിഭാഷക ജോലിയും രാഷ്ട്രീയവും തുടരും. സംസ്ഥാന BJPയിൽ സീനിയർ നേതാക്കളെ അവഗണിച്ചിട്ടില്ലെന്നും കേരളത്തിന് അനുയോജ്യനായ നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ എന്നും ശ്രീധരൻപിള്ള. രാജീവ് ചന്ദ്രശേഖർ നല്ല കർമ്മകുശലതയുള്ള, പ്രായോഗിക ബുദ്ധിയുള്ള, അനുഭവജ്ഞാനമുള്ള ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം കേരളത്തിന് ഉചിതമായ ആളാണെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിഭയെയും അദ്ദേഹത്തിൻ്റെ കഴിവുകളെയും യഥാസമയം ഉപയോഗപ്പെടുത്താൻ എൻ്റെ പഴയകാല സഹപ്രവർത്തകർക്ക് സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഉപരാഷ്ട്രപതിയുടെ രാജിയിൽ ദുരൂഹത തോന്നിയിട്ടില്ലെന്നും കാരണം വ്യക്തമാക്കേണ്ടത് അദ്ദേഹമാണെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ന്യൂസ് മലയാളം, കോഴിക്കോട്.